പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. സ്തോത്രം. ഹൃദയ നുറുക്കത്തോടുകൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് യഹോവ സമീപസ്ഥനായി നമ്മോട് കൂടെയുണ്ടെന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ, അണ്ണാക്കിനു മധുരമേറിയ ദൈവശ്വസനീയമായ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. സ്തോത്രം. പല കുഞ്ഞുങ്ങളും അമ്മമാരോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ, സ്തോത്രം, പല വിഷയങ്ങൾക്ക് കരയുമ്പോൾ അമ്മമാർ വന്ന് അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നത് പോലെ, ഒരു പിതാവ് ഒരു കുഞ്ഞിന് സാധിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നാം ദൈവസന്നിധിയിൽ കരഞ്ഞ് നുറുക്കത്തോടുകൂടെ, ഹൃദയ നുറുക്കത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആവശ്യബോധത്തോടെ അടുത്തു വന്നു കഴിഞ്ഞാൽ നമ്മെ മാർവോട് അണയ്ക്കുന്ന ദൈവമാണ്. ഈ ലോകം നമ്മെ സ്നേഹിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, സ്തോത്രം, ഈ സ്നേഹം വ്യർത്ഥമാണ്. പലപ്പോഴും നാം ചിന്തിക്കും, നമ്മുടെ എല്ലാ കാര്യാദികൾക്കും നമ്മുടെ സ്നേഹിതരുണ്ടാകും, റിലേറ്റീവ്സ് ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകുമെന്ന്. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ വലത്തുഭാഗത്തുണ്ട്. കർത്താവ് പറയുന്നു, നിന്റെ കരത്തെ കർത്താവ് പിടിച്ചിരിക്കുകയാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. സ്തോത്രം. അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മോടടുത്തു നിൽക്കുവാൻ, അത്രയും സമീപസ്ഥനായിട്ട് അടുത്തു നിൽക്കുവാൻ സർവശക്തനായ ദൈവത്തിനു മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു മനുഷ്യനും സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ആരെങ്കിലും ഹൃദയ നുറുക്കത്തോടെ ഇന്നു പകൽക്കാലമായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ നുറുക്കത്തിൻ മധ്യ ഹല്ലേലൂയ, ആ ഹൃദയ നുറുക്കത്തിൽ ഹല്ലേലൂയ ഇറങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. സ്തോത്രം. ഈ ലോകം നമ്മെ ആഗ്രഹിക്കുന്നത് ചിരിച്ചു കാണണമെന്നാണ്. സ്തോത്ര. കരയുന്ന വ്യക്തികളെ ആർക്കും വേണ്ട. സ്തോത്ര. കരഞ്ഞ് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, ആശ്വാസം പകരുവാൻ, ആ വിഷയങ്ങൾക്കൊരു മറുപടി നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച്, ന്യായപ്രമാണമനുസരിച്ച്, ദൈവികമായ കൽപ്പനകൾ അനുസരിച്ച് പോകുന്ന വ്യക്തി ജീവിതത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, കർത്താവിൻ്റെ സന്നിധിയിലാണോ നീ കരയുന്നത്? ഹൃദയ നുറുക്കത്തോടെയാണോ നീ കരയുന്നത്? ആ സങ്കടത്തിൻ മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് ഇറങ്ങി വന്ന് സമീപസ്ഥനായി, നിന്റെ സമീപസ്ഥനായി തന്നെ ഹല്ലേലൂയ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മുടെ വിഷമങ്ങൾ പറയുവാൻ, അത് തരണം ചെയ്യുവാൻ ഒരു വ്യക്തിയോട് തുറന്നു പറയുവാൻ ആരുമില്ലാതെ നാം ഭാരപ്പെടാറില്ലേ? സ്തോത്രം. ഒറ്റപ്പെടുത്തലിൻ്റെയോ പല പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിൽ ഹല്ലേലൂയ ആരോട് ഞാൻ പറയും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ അവസ്ഥയിൽ ഇറങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ ലോകം ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് നമ്മെ താഴ്ത്തി കാണാനാണ്, നാം പുരോഗമിച്ച് കാണാനല്ല. ഹല്ലേലൂയ. നമ്മെ നന്നാക്കിയെടുക്കാനല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്നിൽ കൂടെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുക, ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുക, ആറ്റൊരുകത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിത്തീരുവാൻ, പച്ചപ്പുണ്ടായിരിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ തലമുറയെക്കുറിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? അതോ കുടുംബ ജീവിതത്തെക്കുറിച്ചാണോ? എന്തൊക്കെ തകർച്ചയിലാണോ നീ ആയിരിക്കുന്നത്? ആ വിഷയം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വെച്ച് ഇന്ന് പകൽക്കാലം നീ മുട്ടുമടക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, ആ വിഷയത്തിൻ നടുവിൽ ഇറങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും.
പ്രവർത്തിക്കാതിരിക്കുക. പല ഹല്ലേലൂയ അടച്ചിട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തിറങ്ങി വരുക. ശിഷ്യന്മാർ പേടിച്ച് വിറച്ച് ഒരു റൂമിലായിരുന്നപ്പോൾ അതിന്റെ നടുവിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ, നീ എവിടെയായിരുന്നാലോ, ഹോസ്റ്റലുകളിലാണോ, അതോ ഹല്ലേലൂയ പഠിക്കുന്ന സ്ഥാപനങ്ങളിലാണോ, അതോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണോ, ഭവനങ്ങളിലാണോ, എവിടെയാണോ നീ ദുഃഖത്തോടെ ആയിരിക്കുന്നത്, എവിടെയാണോ നീ നിരാശയോടെ ആയിരിക്കുന്നത്, എവിടെയാണോ നീ ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നത്, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയാകും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ, ഈ ലോകത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ആരും അംഗീകരിച്ചില്ല എന്ന് വരാം, എല്ലാവരും അവഗണിച്ചെന്ന് വരാം, പരിഗണിക്കാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവസന്നിധി നീ രഹസ്യമായി നിലവിളിക്കുമെങ്കിൽ, ഹൃദയ നുറുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുമെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹൃദയ നുറുക്കത്തോട് വരുന്ന ഒരു വ്യക്തിയുടെ മേല ആ ഹൃദയത്തെ എൻ്റെ കർത്താവ് നിരസിച്ച് കളയുകയില്ല. അതാണ് കർത്താവിന് ഇഷ്ടം. നീ ഹൃദയ നുറുക്കത്തോടെയാണോ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്? തകർന്നൊരനുഭവത്തിലാണോ? അതിന് മധ്യേ എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് ആ വിഷയങ്ങൾക്കൊരു പരിഹാരം നൽകുക തന്നെ ചെയ്യോ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ലോകത്ത് നീ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ നിൽക്കുമെങ്കിൽ നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നീ കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. നീ വിശ്വസ്തയോടാണോ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്? സ്ഥിരതയോടെയാണോ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്? ക്രിസ്തു എന്ന പാറമേല് നീ സ്ഥിരമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തകർന്ന മനസ്സിനെ തള്ളിക്കളയത്തില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവസനിൽ തകർന്നിരിക്കുന്ന ഹൃദയത്തെ, നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് നിരസിച്ച് കളയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസനിൽ ഒന്നുകൂടെ കരഞ്ഞോ. ഹല്ലേലൂയ, തുടർമാനമായി ദൈവസന്നിധിയിൽ കരയുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ കൂടെ അരുളപ്പാട് അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിന്നിൽ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആർക്കുമില്ലാത്ത വേദനകള്, ആർക്കുമില്ലാത്ത ഞെരക്കം നിന്റെ ജീവിതത്തിൽ കയറി വരുന്നത്, ആർക്കുമില്ലാത്ത വേദനകൾ വരുന്നത്. ഹല്ലേലൂയ, ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ എൻ്റെ കർത്താവിന് വേണം. ഹല്ലേലൂയ, ഈ കളിമൺ പാത്രങ്ങളില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരണം. സ്തോത്ര. ഹല്ലേലൂയ, കളിമൺ പാത്രങ്ങൾ ഉടഞ്ഞാൽ ആരെങ്കിലും എടുക്കുവാൻ തയ്യാറാകുമോ? എന്നാൽ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ ഹല്ലേലൂയ ഉടയുക, തകർന്ന് ഹല്ലേലൂയ അടുത്തു വന്നാൽ എൻ്റെ കർത്താവ് നിന്നെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക? ദൈവസന്നിധിയിൽ ആരൊക്കെ കരയുവാൻ സാധിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പണിതെടുത്ത് നല്ലൊരു പൊന്നാക്കി പുറത്തു കൊണ്ടുവരിക. കർത്താവിന് ഉപയോഗിക്കുന്ന ഒരു മാനപാത്രമാക്കി മാറ്റും. ഹല്ലേലൂയ, ഒരു മാനപാത്രമാക്കി മാറ്റണമെങ്കിൽ കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പണിയുന്നത് പോലെ കുശവനായി എൻ്റെ കർത്താവ് നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. പണിയുമ്പോൾ ചില വേദനകൾ അനുഭവിക്കോ, അതിനകത്ത് ഡിസൈൻസ് ആക്കണം. ഹല്ലേലൂയ, അത് നല്ലൊരു പാത്രം ഒരു വ്യക്തി കണ്ടാൽ അത് മേടിക്കാൻ തക്കതായ അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമാക്കി മാറ്റണമെങ്കിൽ അങ്ങനെ ഒരു നുറുക്കത്തിൽ കൂടെ ഹല്ലേലൂയ കടന്നുപോയേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അതികഠിനമായി വേദനിപ്പിക്കാനല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിൽ കൂടെ നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ, എത്ര തന്നെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നു, അത് നിനക്കൊരു പാഠമാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം നിന്നിൽ കൂടെ ചെയ്തെടുക്കാനാണ്. അങ്ങനത്തെ ശോധനകള്, പ്രതികൂലങ്ങൾ, നുറുക്കത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെ സർവശക്തനായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നീ പ്രാർത്ഥിച്ചു, ആ വിഷയം സ്റ്റോപ്പ് ചെയ്യല്ല. ദൈവസനിൽ ആത്മാർത്ഥമായി കരഞ്ഞു, ആ വിഷയം സ്റ്റോപ്പ് ചെയ്യല്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നിശ്ചയമായും ഉണ്ട്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ചില വിഷയങ്ങൾക്ക് ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഹൃദയ നുറുക്കത്തോടെ ആയിരിക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.